ബംഗളൂരുവിൽ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥിനി നൽകിയ കൂട്ടബലാത്സംഗ പരാതി വ്യാജമാണെന്ന് തെളിഞ്ഞ സംഭവം നിയമവ്യവസ്ഥയിലും സാമൂഹിക നീതിയുടെ കാര്യത്തിലും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. കാമുകന്റെ ചോദ്യങ്ങളെ ഭയന്ന് പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധത്തിനിടെ കഴുത്തിലുണ്ടായ ഒരു ചെറിയ പോറലിനെ മറയ്ക്കാൻ 22 വയസ്സുള്ള യുവതി കെട്ടിച്ചമച്ച കള്ളക്കഥ ഒരു നിരപരാധിയായ ക്യാബ് ഡ്രൈവറെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഇരുട്ടിലേക്ക് തള്ളിവിട്ടു. ഒരാഴ്ചയിലേറെയായി പോലീസ് കസ്റ്റഡിയിൽ കഴിയുന്ന ഡ്രൈവർ നിരപരാധിയാണെന്ന് തെളിഞ്ഞതോടെ വ്യാജ പരാതികൾ നൽകുന്നതിന്റെ നിയമപരവും ധാർമ്മികവുമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് രാജ്യം വീണ്ടും ചിന്തിക്കേണ്ട അവസ്ഥയായി. കേരളത്തിൽ നിന്നുള്ള നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ യുവതിയാണ് 2024 ഡിസംബർ 6 മടിവാള പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തുന്നത്. ഡിസംബർ 2 രാത്രി സാർ എം വിശ്വേശ്വരയ്യ ടെർമിനലിന് സമീപം വെച്ച് താൻ സഞ്ചരിച്ച ക്യാബിന്റെ ഡ്രൈവറും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ചേർന്ന് തന്നെ കൂട്ടബലാത്സംഗം ചെയ്തുവെന്നായിരുന്നു യുവതിയുടെ പരാതി. ലൈംഗിക അതിക്രമ കേസുകളുടെ ഗൗരവം കണക്കിലെടുത്ത് പോലീസ് ഉടൻ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുകയും കേസ് ബാനസവാടി പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയും ചെയ്തു. പരാതിയുടെ അടിസ്ഥാനത്തിൽ 2 കുട്ടികളുടെ പിതാവായ 33 വയസ്സുകാരനായ ക്യാബ് ഡ്രൈവറെ പോലീസ് വേഗത്തിൽ അറസ്റ്റ് ചെയ്തു. ഈ സമയത്ത് താൻ നിരപരാധിയാണെന്ന് ഡ്രൈവർ ആവർത്തിച്ച് പറഞ്ഞെങ്കിലും നടപടിക്രമങ്ങളുടെ ഭാഗമായി അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കേണ്ടത് പോലീസിന് നിർബന്ധമായിരുന്നു. ഒരു സാധാരണ ടാക്സി ഡ്രൈവറുടെ ജീവിതം ഒരു വ്യാജ പരാതിയിലൂടെ ഒറ്റ രാത്രി കൊണ്ട് തകർന്നു പോവുകയായിരുന്നു. യുവതിയുടെ മൊഴിയിലെ ചില വൈരുദ്ധ്യങ്ങൾ പോലീസിൽ സംശയം ജനിപ്പിക്കുകയും ഇത് വിശദമായ അന്വേഷണത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നടത്തിയ അന്വേഷണമാണ് കേസിൽ നിർണായക വഴിത്തിരിവുണ്ടാക്കിയത്. സംഭവം നടന്നുവെന്ന് യുവതി ആരോപിച്ച റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ച ഏറ്റവും ശക്തമായ തെളിവ്. ഡിസംബർ 2 രാത്രി 11:30 പുലർച്ചെ 5:30 ഇടയിലുള്ള ദൃശ്യങ്ങളാണ് പോലീസ് പരിശോധിച്ചത്. യുവതി പരാതിയിൽ പറഞ്ഞിരുന്ന ഡ്രൈവറുടെ സുഹൃത്തുക്കൾ എന്ന് മറ്റു പ്രതികളെ ദൃശ്യങ്ങളിൽ എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കൂട്ടബലാത്സംഗം നടന്നുവെന്ന വാദത്തിന് ഇത് വിരുദ്ധമായിരുന്നു. ദൃശ്യങ്ങളിൽ ക്യാബ് ഡ്രൈവറും നഴ്സിംഗ് വിദ്യാർത്ഥിനിയും ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത്. ഇരുവരും പരസ്പരം സംസാരിക്കുന്നതും വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി ഒരുമിച്ച് നടക്കുന്നതും പിന്നീട് വാഹനത്തിൽ കയറി സ്റ്റേഷന് ചുറ്റും കറങ്ങുന്നതും വ്യക്തമായിരുന്നു. പുലർച്ചെ 5:30 യുവതി എറണാകുളത്തേക്കുള്ള ട്രെയിനിൽ കയറിപ്പോകുന്നതും ദൃശ്യങ്ങളിൽ പതിഞ്ഞു. ഒരു അതിജീവിതയുടെ ഭയമോ സമ്മർദ്ദമോ യുവതിയുടെ ശരീരഭാഷയിൽ ഉണ്ടായിരുന്നില്ലെന്നും പോലീസ് വിലയിരുത്തി. CCTV ദൃശ്യങ്ങൾക്ക് പുറമെ ഡിജിറ്റൽ തെളിവുകളും പോലീസ് ശേഖരിച്ചു. ഡിസംബർ 3 അതായത് ആരോപിക്കപ്പെടുന്ന സംഭവത്തിന് തൊട്ടടുത്ത ദിവസം നഴ്സിംഗ് വിദ്യാർത്ഥിനി ക്യാബ് ഡ്രൈവർക്ക് അയച്ച നിരവധി വാട്സ്ആപ്പ് സന്ദേശങ്ങൾ പോലീസ് കണ്ടെടുത്തു. ഈ സന്ദേശങ്ങളിൽ ചിലത് ഇരുവരും തമ്മിൽ പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം നടന്നു എന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നതായിരുന്നു. സംഭവത്തിന് ശേഷം ഇരുവരും നല്ല ബന്ധം പുലർത്തിയിരുന്നു എന്നതിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നു. ലൈംഗിക അതിക്രമത്തിനിരയായ ഒരു വ്യക്തി സാധാരണയായി അടുത്ത ദിവസം പ്രതിയുമായി സൗഹൃദപരമായ ചാറ്റുകൾ നടത്താൻ സാധ്യതയില്ല എന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നു. പോലീസ് ശേഖരിച്ച ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ യുവതിയെ വിശദമായി ചോദ്യം ചെയ്യാനായി വിളിച്ചു. പോലീസിന്റെ ചോദ്യം ചെയ്യലിന് മുന്നിൽ യുവതിക്ക് പിടിച്ചു നിൽക്കാനായില്ല. താൻ നൽകിയത് വ്യാജ പരാതിയാണെന്ന് യുവതി സമ്മതിക്കുകയായിരുന്നു. ഡ്രൈവറുമായുള്ള പരസ്പര സമ്മതത്തോടെയുള്ള ശാരീരിക ബന്ധത്തിനിടെ യുവതിയുടെ കഴുത്തിൽ ഒരു ചെറിയ പോറൽ സംഭവിച്ചിരുന്നു. സംഭവ രാത്രിയിൽ തന്നെ കാറിൽ ഇരുന്നു കൊണ്ട് യുവതി തന്റെ കാമുകനെ വിളിച്ച് അതിരാവിലെ സ്റ്റേഷനിൽ എത്തുമെന്ന് അറിയിച്ചിരുന്നു. ട്രെയിനിൽ കയറുമ്പോൾ കഴുത്തിലെ മുറിവ് കാമുകൻ കണ്ടാൽ തന്റെ ബന്ധത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുമെന്നും തന്റെ ബന്ധം തകരുമെന്നും യുവതി ഭയന്നു. ഈ ഭയത്തിൽ നിന്നാണ് താൻ കൂട്ടബലാത്സംഗം ചെയ്യപ്പെട്ടുവെന്ന കള്ളക്കഥ യുവതി മെനഞ്ഞത്. ഒരു നിരപരാധിയെ കുടുക്കി തന്റെ വ്യക്തിപരമായ പ്രശ്നം പരിഹരിക്കാൻ യുവതി ശ്രമിക്കുകയായിരുന്നു. ഈ വെളിപ്പെടുത്തലോടെ നിരപരാധിയായ ക്യാബ് ഡ്രൈവർക്ക് താൽക്കാലികമായി ആശ്വാസമായെങ്കിലും അദ്ദേഹം അനുഭവിച്ച മാനസികവും സാമൂഹികമായ ആഘാതം വളരെ വലുതാണ്. ഈ സംഭവം സമൂഹത്തിൽ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുമുണ്ട്. ബലാത്സംഗം പോലുള്ള ഗുരുതരമായ കേസുകളിൽ വ്യാജ പരാതികൾ നൽകുന്നത് നിയമ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുന്നതിന് തുല്യമാണ്. ഈ കേസിൽ യാതൊരു തെറ്റും ചെയ്യാത്ത ക്യാബ് ഡ്രൈവർക്ക് ഒരു നിരപരാധി എന്ന നിലയിൽ പോലീസ് കസ്റ്റഡിയിലും സാമൂഹിക വിചാരണയിലും കഴിയേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ തൊഴിലിനെയും കുടുംബ ജീവിതത്തെയും ഇത് സാരമായി തന്നെ ബാധിച്ചു. വ്യാജ പരാതികൾ പെരുകുമ്പോൾ യഥാർത്ഥത്തിൽ ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്നവർക്ക് നീതി ലഭിക്കാനുള്ള സാധ്യതയും കുറയുന്നു. ഇത്തരം കേസുകളിൽ സംശയം പ്രകടിപ്പിക്കാൻ കോടതികൾക്കും പോലീസിനും പൊതുസമൂഹത്തിനും പ്രേരണ നൽകാൻ വ്യാജ പരാതികൾ കാരണമാകും. നിരപരാധിയായ ഒരു വ്യക്തിയെ കള്ളക്കേസിൽ കുടുക്കിയ നഴ്സിംഗ് വിദ്യാർത്ഥിനിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. കള്ളപ്പരാതി നൽകുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഗുരുതരമായ കുറ്റമാണ്. നിയമത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും മറ്റൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം ഹനിക്കുകയും ചെയ്തതിന് യുവതിക്കെതിരെ കേസെടുക്കേണ്ടത് നിയമവ്യവസ്ഥയുടെ വിശ്വസ്തതയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. യുവതി കുറ്റം സമ്മതിച്ചെങ്കിലും കേസ് അന്വേഷണം പൂർത്തിയായിട്ടില്ലെന്നും അറസ്റ്റിലായ ഡ്രൈവർ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുവതിയുടെ മൊഴിയിൽ മാറ്റം വന്ന സാഹചര്യത്തിൽ പോലീസിന് ചെയ്യാനുള്ളത് ഡ്രൈവർക്കെതിരെ ചുമത്തിയ കൂട്ടബലാത്സംഗ കേസ് റദ്ദാക്കാനുള്ള നടപടികൾ കോടതിയിൽ സമർപ്പിക്കുക, വ്യാജ പരാതി നൽകിയതിന് യുവതിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക. സംഭവം വെറും വ്യക്തിപരമായ ഭയത്തിൽ നിന്ന് ഉടലെടുത്തതാണെങ്കിലും അത് സമൂഹത്തിൽ ഉണ്ടാക്കിയ കോളിളക്കവും ഒരു പൗരന് നേരിടേണ്ടി വന്ന ദുരിതവും നിയമ സംവിധാനത്തിന് മുന്നിൽ പുതിയ പാഠങ്ങളാണ് നൽകുന്നത്.